നമസ്കാരം. ഇന്ന് നമുക്ക് പ്രൈമോവറ ട്രയൽ വെർഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിളിൽ പോയി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഫ്രീ ഡൗൺലോഡ് ഒറാക്കിൾ പ്രൈമോവറ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ലിങ്കുകൾ കയറി വരും. അപ്പം ഇതിൽ നമ്മൾ ഒറാക്കിളിന്റെ ലിങ്കിൽ ഒരിക്കലും പോകരുത്. പകരം നമ്മൾ ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ലിങ്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഈ ഡെലിവറി ഉള്ള ലിങ്ക് കിട്ടുന്നുണ്ട്. അഡ്രസ്സ് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചത് ഈ ഡെലിവറി oracle.com osdc/faces/home.js ഈ അഡ്രസ്സിലാണ് പോകേണ്ടത്. ഈ അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തും. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യേണ്ടത്. അപ്പൊ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സൈൻ ഇനിലേക്ക് പോവുക. സൈൻ ഇനിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡിലേക്ക് എത്തും. ക്ലൗഡിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇപ്പൊ ഈ കാണുന്ന ഒരു സ്ക്രീൻ വരും. ഇതില് നമ്മൾ ഇവിടെ പ്രൈമോവറ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതില് പ്രൈമോവറയുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്റർപ്രൈസ് പ്രൊജക്ട് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ലിസ്റ്റ് വരും. ഈ ലിസ്റ്റില് നമുക്ക് പ്രൈമോവറയുടെ ഡിഫറെന്റ് വെർഷൻസ് കാണിച്ചു തരും. ഇതില് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 23.12.000 എന്നുള്ള വെർഷനാണ്. ഈ വെർഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടിലേക്ക് ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ കണ്ടിന്യൂ പറയാം. കണ്ടിന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു വിൻഡോ വരും. ഈ ഒരു പേജിൽ ഇവിടെ പ്ലാറ്റ്ഫോം ലാംഗ്വേജസ് എന്നുള്ളതിൻ്റെ അകത്ത് നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 64 ബിറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ ലിനക്സ് ഉള്ളവരാണെങ്കിൽ ലിനക്സ് സെലക്ട് ചെയ്യുക. ഇത് രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമേ ഇപ്പോൾ ഇത് പ്രൈമോവറ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതിനുശേഷം കണ്ടിന്യൂ പറയുക. നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. ഇത് സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഐ റിവ്യൂഡ് ആൻഡ് അക്സെപ്റ്റ് ഒറാക്കിൾ ലൈസൻസ് എഗ്രിമെന്റ് എന്നുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് വെക്കുക. കണ്ടിന്യൂ പറയുക. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഡൗൺലോഡ് നമ്മൾ ചെയ്യുക. ഓക്കെ പറയുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വരുന്നത് നമ്മൾ നമ്മുടെ ഡൗൺലോഡ് ലൊക്കേഷനിൽ പോയിട്ട് ഈ ഫയലിന്റെ ലൊക്കേഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്ത ഇത് നമുക്ക് ഏത് ഫോൾഡറിലേക്കാണ് മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് ആ ഫയല് മാറ്റുക. മാറ്റിയ ശേഷം എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത ശേഷം
നമുക്ക് ഇതേപോലെ ഒരു 3 ഫയൽസ് കാണാൻ പറ്റും. അതിൽ സെറ്റപ്പ് എന്നുള്ള ഫയൽ ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടിപ്പിക്കൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ പറയുക. ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ P618 ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ള ഇതാണ്. ഇൻസ്റ്റാൾ പറയുക. ഇൻസ്റ്റാൾ പറയുമ്പം റൺ ഡാറ്റാബേസ് കോൺഫിഗറേഷൻ, ബാക്കി സ്റ്റാൻഡ് അലോണോ അല്ലെങ്കിൽ റീസ്റ്റാർട്ടോ ഒന്നും ഈ മൈഗ്രേഷൻ ടൂൾ ഒന്നും ഓപ്പൺ ചെയ്യണ്ട. ഫുള്ളി റൺ ഡാറ്റാബേസ് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ പറയുക. അത് കഴിഞ്ഞാൽ പഴയ വെർഷൻ ആണെങ്കിൽ 18 ഒക്കെ ആണെങ്കിൽ ഇതായിരിക്കും വരുന്നത്. പുതിയതിൻ്റെ അകത്ത് കുറച്ച് ഡിസ്പ്ലേ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡ്രൈവർ ടൈപ്പ് എപ്പോഴും സ്റ്റാൻഡ് അലോൺ SQL സെർവർ ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷന് സെലക്ട് ചെയ്യുക. ഇത് മറക്കരുത്. ഈ ഒരു ഓപ്ഷന് പുതിയ വെർഷനിൽ വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം ഡാറ്റാബേസ് അലിയസ് എന്നൊരു ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ടാവും. ഇതിന്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും പുതിയ ഇത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വെർഷന്. ഇത് 18 ആണ്. 18ന്റെ വിൻഡോ ആണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുതിയത് ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൽ കാണിക്കാൻ പറ്റില്ല. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ പുതിയതിൻ്റെ അകത്ത് ഡാറ്റാബേസ് അലിയാസും ഈ ലോഗിൻ നെയിമും പേഴ്സണൽ നെയിമും പാസ്വേഡും എല്ലാം ഒറ്റ സ്ക്രീനിലായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ ഡാറ്റാബേസ് അലിയാസിന്റെ അവിടെ PMDB ന്യൂ ഡാറ്റാബേസ് കണക്ഷൻസും ആയിരിക്കും ഇവിടെ വരിക. അതായത് ആഡ് ആൻഡ് ന്യൂ സ്റ്റാൻഡ് അലോൺ ഡാറ്റാബേസ് കണക്ഷൻ ഇതായിരിക്കണം എടുക്കേണ്ടത്. ഇവിടെ അവിടെ തന്നെ എക്സിസ്റ്റിംഗ് സ്റ്റാൻഡ് അലോൺ ഡാറ്റാബേസ് ഉണ്ട്, അതല്ല. അതിനുശേഷമാണ് അതിന്റെ സൈഡിലായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ക്രീൻ. അവിടെ നമ്മൾ ഇത് സ്റ്റാൻഡേർഡ് ഓർത്ത് വെച്ചിരിക്കുക. ലോഗിൻ നെയിം അഡ്മിൻ കൊടുക്കുക, പേഴ്സണൽ നെയിമും എല്ലാം അഡ്മിൻ കൊടുക്കുക, പാസ്വേഡ് അഡ്മിൻ എന്ന് തന്നെ കൊടുക്കുക. ഇതൊക്കെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തേക്കുക. കാര്യം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പാസ്വേഡ് എന്തെങ്കിലും മാറ്റിയാലൊക്കെ എററായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടെ പറയാം. ഈ ഡാറ്റാബേസ് അലിയാസ് എന്നുള്ളത് PMDB തന്നെ കൊടുക്കുക, ലോഗിൻ നെയിം അഡ്മിൻ എന്ന് കൊടുക്കുക, പാസ്വേഡ് അഡ്മിൻ എന്ന് കൊടുക്കുക, പേഴ്സണൽ നെയിമും പാസ്വേഡും എല്ലാം അഡ്മിൻ കൊടുക്കുക. ബേസ് കറൻസി ഇവിടെ ഷോർട്ട് USD സിമ്പിൾ US ഡോളർ തന്നെ കൊടുത്തേക്കാം. ഇതൊക്കെ നമുക്ക് പിന്നീട് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ എറർ വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തേക്കുക. ഇതിനുശേഷം എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് അതിന് നമുക്ക് നോർമലി യൂസറിന്റെ അകത്ത് ഡോക്യുമെന്റ്സിൽ സേവ് ആയിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ലോഡ് സാമ്പിൾ ഡാറ്റ എന്ന് പറയുന്ന ഇത് അൺചെക്ക് ചെയ്യുക. അത് വേണ്ട. അതിനുശേഷം നമ്മൾ ഫിനിഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു ഡിസ്പ്ലേ വരും, കണക്ഷൻ സക്സസ്ഫുൾ എന്ന് പറയും. ഇത് അൺസക്സസ്ഫുൾ ആണ് വന്നതെങ്കിൽ നമ്മൾ ബാക്ക് പോവുക. ബാക്ക് പോയ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക. ഒന്ന് ഫസ്റ്റ് നോക്കേണ്ടത് ന്യൂ സ്റ്റാൻഡ് അലോൺ ഡാറ്റാബേസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ബട്ടൺ കാണും. ആ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിന് താഴെ വരുന്ന ന്യൂ കണക്ഷനായിട്ട് വരും. അതിന് സെലക്ട് ചെയ്ത ശേഷം അതിന്റെ റൈറ്റ് സൈഡിൽ ഡാറ്റാബേസ് അലിയാസ് ഉണ്ടാവും. അവിടെ നമ്മൾ PMDB ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അതിന്റെ താഴെ അഡ്മിന് പാസ്വേഡ് അഡ്മിൻ എന്ന് കൊടുക്കുക. അതിനുശേഷം എത്തിക്കഴിഞ്ഞാൽ ഡാറ്റാബേസ് കോൺഫിഗറേഷൻ എത്തി. നമ്മുടെ ലൊക്കേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വരും. ലോഡ് സാമ്പിൾ ഡാറ്റ അൺചെക്ക് ചെയ്ത് കൊടുക്കുക. ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ സാമ്പിൾ ഡാറ്റ വന്നാൽ ചിലപ്പോൾ എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് പറയുക. ഫിനിഷ് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മുടെ സ്റ്റാർട്ട് മെനുവിലേക്ക് വരിക. സ്റ്റാർട്ട് മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് P6 X64, അതായത് ഇതിപ്പോ ഞാൻ 23 ആണ് വെർഷൻ എന്റെ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 23 ആയിരിക്കാൻ വരിക. അപ്പൊ അതില് 3-4 അതായത് പ്രൈമോറയുടെ വെബ് മാനേജ്മെന്റിന്റെ ഫോൾഡറിൽ 3-4 സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതിന് വിഷ്വലൈസർ, ഡാറ്റാബേസ് മൈഗ്രേഷൻ ടൂൾ ഉണ്ടാവും, ഡാറ്റാബേസ് കോൺഫിഗറേഷൻ ഉണ്ടാവും. ഇതല്ല, ഈ പ്രൊഫഷണൽ 23 X64 എന്നുള്ള ഐക്കൺ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ലോഗിന് അഡ്മിന് പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് നമ്മൾ നേരത്തെ കൊടുത്തേക്കുന്നത് അഡ്മിൻ എന്ന് തന്നെയാണ്. അഡ്മിൻ പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൈമോറ ഓപ്പൺ ആവും. പ്രൈമോറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രീന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ പ്രൈമോറ P6 ഓപ്പൺ ചെയ്ത് അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്രൈമോറ ഓപ്പൺ ആയി കിട്ടും. ഇതുവരെ ഓപ്പൺ ആയി എററൊന്നും കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം, യെസ് പറയാം. അപ്പം ഇങ്ങനെ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എറർ കറക്റ്റ് ചെയ്യാനുള്ള മാർഗം പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.